എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 10. അധ്രുവ മഹാരാജാവ് യക്ഷന്മാരുമായി യുദ്ധം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 ശ്ലോകങ്ങൾ ഇന്നലെ മനസ്സിലാക്കി. അതിൽ ധ്രുവൻ സ്വന്തം സഹോദരനായ ഉത്തമനെ വധിച്ചത് യക്ഷന്മാരാണെന്നറിഞ്ഞപ്പോൾ യക്ഷന്മാർ താമസിക്കുന്ന സ്ഥലം കൈലാസത്തിൻ്റെ താഴ്വരയിലായിട്ടുള്ള അളകാപുരി എന്ന നഗരം, അതാണ് യക്ഷന്മാരുടെ നഗരം. അവിടേക്ക് ചെല്ലുകയാണ് രഥത്തിൽ. അവിടെ ചെന്ന് അവരെ യുദ്ധത്തിന് വിളിക്കുകയാണ്. അതിന് ശംഖനാദം മുഴക്കിയപ്പോൾ യക്ഷന്മാർക്ക് മനസ്സിലായി അത് യുദ്ധകാഹളം തന്നെയാണെന്ന്. അവരും ധ്രുവനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്നു. ഇവർ തമ്മിലുള്ള ശക്തമായ ആ പോരാട്ടത്തിൽ യക്ഷന്മാർ കൂടുതൽ ധ്രുവൻ്റെ അസ്ത്രങ്ങളേറ്റ് യക്ഷന്മാർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തോൽക്കും, ധ്രുവൻ്റെ മുന്നിൽ ഞങ്ങൾ തോൽക്കും എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഇടയിലും ധ്രുവൻ്റെ ആ പരാക്രമം, ആ ശക്തി, ആ ബലം, ആ കഴിവ് കണ്ടിട്ട് അവർ ധ്രുവനെ പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു, പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ അതിനോടൊപ്പം തന്നെ ധ്രുവനെതിരെ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ധ്രുവൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് പരാജയപ്പെടാറായ യക്ഷന്മാർ എല്ലാവരും ചേർന്ന് കൂടുതൽ അസ്ത്രങ്ങൾ, അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി ധ്രുവനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കൂടുതൽ അസ്ത്രങ്ങൾ ധ്രുവൻ്റെ മേലേക്ക്, ഇത്രയധികം യക്ഷന്മാർ ഒരുമിച്ച് ഒരേ സമയം അസ്ത്രങ്ങൾ അയച്ചപ്പോൾ പല വിധത്തിലുള്ള ആയുധങ്ങളാൽ ധ്രുവൻ മൂടപ്പെട്ടു. കാണാൻ പറ്റാത്ത, ആ തേര് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ പല വിധത്തിലുള്ള ആയുധങ്ങളാൽ മൂടപ്പെട്ടപ്പോൾ യക്ഷന്മാരും സിദ്ധന്മാരും യോഗീശ്വരന്മാരും ആകാശചാരികളായി വന്ന് നിന്നിട്ട് അയ്യോ സ്വയംഭുവമനുവിൻ്റെ പൗത്രനായിട്ടുള്ള ധ്രുവൻ ഇത് കൊല്ലപ്പെട്ടുവല്ലോ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ അവർ നിലവിളിച്ചു. ആ സമയം യക്ഷന്മാർ ഞങ്ങൾ വിജയിച്ചു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ആർത്തനാദം മുഴക്കുകയും ചെയ്തു. ഈ സമയത്ത് ഈ പല വിധത്തിലുള്ള ആയുധങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ആയുധങ്ങളെയൊക്കെ തെറിപ്പിച്ചുകൊണ്ട് സൂര്യൻ കാർമേഘങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലെ ആ രഥത്തിൽ ധ്രുവൻ പുറത്തേക്ക് വരികയാണ്. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് തൻ്റെ വില്ലിൻ്റെ ഞാണൊലി മുഴക്കിയിട്ട് അസ്ത്രം പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അസ്ത്രങ്ങൾ കൊണ്ട് ഈ മൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ചിന്നിച്ചിതറിപ്പോയി എന്നാണ് പറയുന്നത്. അതാണ് ശ്ലോകം 16 പറയുന്നത്. ധനുഹു വിസ്ഫുർജയൻ ദിവ്യം ദ്യുഷതാം ഖേദം ഉദ്വഹൻ അസ്ത്രൗഘം വ്യതമത് ബാണൈഹി ഘനാ ആനീകം ഇവ അനിലഹ. ധനുഹു ദിവ്യം എന്ന് വെച്ചാൽ ധ്രുവന്റെ കയ്യിലുള്ള ദിവ്യമായ ധനുസ്, ആ വില്ലിൽ നിന്നും വിസ്ഫുർജയൻ ഉണ്ടാകുന്ന ആ ഞാണൊലി മുഴക്കവും ദ്വിഷതാം ധ്രുവന്റെ ശത്രു, ദ്വിഷതാം എന്നാൽ ശത്രു, അതായത് യക്ഷന്മാരുടെ ഖേദം, ഭയത്തെയും ഉദ്വഹൻ സൃഷ്ടിച്ചു എന്ന്. യക്ഷന്മാരുടെ ഉള്ളിൽ ഭയത്തെ, അതായത് വിജയിച്ചു എന്ന് പറഞ്ഞ് വിജയകാഹളം മുഴക്കി നിന്ന യക്ഷന്മാർ ഭയന്നു. ഈ മുഴുവൻ ആയുധങ്ങളും ചിന്നിച്ചെതറി പോകുന്ന രീതിയിൽ ധ്രുവന്റെ കയ്യിലെ ദിവ്യമായിട്ടുള്ള വില്ലിൽ നിന്നുള്ള ഞാണൊലി മുഴക്കം, അസ്ത്രം പുറത്തേക്ക് വരുന്നതിൻ്റെ ഞാണൊലി മുഴക്കാണ് കേൾക്കുന്നത്. അത് ശത്രുക്കളുടെ, യക്ഷന്മാരുടെ ഉള്ളിൽ ഭയത്തെ സൃഷ്ടിച്ചുകൊണ്ട് അസ്ത്രൗഘം വ്യഥമത്തെന്ന്, അതായത് യക്ഷന്മാരുടെ എല്ലാ അസ്ത്രങ്ങളും, പല വിധത്തിലുള്ള ആയുധങ്ങളും, അതാണ് അസ്ത്രൗഘം, എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും വ്യഥമത്ത് ചെതറിപ്പോയി, മൂടപ്പെട്ട് കിടക്കുന്നത് മുഴുവനും അങ്ങ് ചെതറിപ്പോയി. ബാണൈഹി
ധ്രുവന്റെ ബാണത്താൽ വില്ലിൽ നിന്നും വന്ന ഞാണൊലി മുഴക്കത്തിലൂടെ പുറത്തേക്ക് വന്ന ആ ബാണം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന എല്ലാ അസ്ത്രങ്ങളും, യക്ഷന്മാരുടെ അസ്ത്രങ്ങളും ചിന്നിച്ചിതറിപ്പോയി. എന്നിട്ടൊരു ഉപമ പറയാണ്, ഘനാനീകം ഇവ അനിലഹ. ശക്തമായൊരു കാറ്റ് വീശുമ്പോൾ കാർമേഘം ഒരു സ്ഥലത്ത് നിന്ന് നീങ്ങിപ്പോകുന്ന, ചെതറി നീങ്ങിപ്പോകുന്നത് പോലെയായിരുന്നു അത്. അതാണ് അനിലഹ. ശക്തമായ ഒരു കാറ്റ് വീശിയപ്പോൾ കാർമേഘം ചിന്നിച്ചിതറി നീങ്ങിപ്പോകുന്നത് പോലെ യക്ഷന്മാരുടെ എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും, ധ്രുവന്റെ ദിവ്യമായ വില്ലിൽ നിന്നും വരുന്ന ഞാണൊലി മുഴക്കം കൊണ്ട് പുറത്തേക്ക് വന്ന ബാണം, അസ്ത്രങ്ങൾ കൊണ്ട് എല്ലാ ആയുധങ്ങളും ചിന്നിച്ചിതറി പോവുകയാണ് ഉണ്ടായത്. ശ്ലോകം 17. തസ്യ തേ ചാപ നിർമുക്ത ഭിത്വാ വർമാണി രാക്ഷസാം കായാൻ ആവിവിശുഃ തിക്മ ഗിരീൻ അശനയഃ യഥാ. കായാൻ ആവിവിശുഃ തിക്മ ഗിരീൻ അശനയഃ യഥാ. തസ്യ ആ ധ്രുവന്റെ തേ ആ ചാപനിർമുക്ത വില്ലിൽ നിന്നും വരുന്ന ആ തേ എന്ന് വെച്ചാൽ ആ അസ്ത്രങ്ങൾ, ധ്രുവന്റെ വില്ലിൽ നിന്നും വരുന്ന ആ അസ്ത്രങ്ങൾ ഭിത്വ എന്ന് വെച്ചാൽ തുളച്ചു കയറിയെന്ന്. രാക്ഷസാം വർമാണി, രാക്ഷസന്മാർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യക്ഷന്മാരുടെ വർമാണി എന്ന് വെച്ചാൽ കവചം, അവരുടെ മാറിൽ വെച്ചിരിക്കുന്ന കവചമുണ്ടല്ലോ, ആ കവചത്തെ തുളച്ചു കയറിയുന്ന ധ്രുവന്റെ അസ്ത്രങ്ങൾ. എന്നിട്ട് കായാൻ അവരുടെ ശരീരത്തിലേക്ക് ആവിവിശുഃ പ്രവേശിച്ചു എന്ന്, അതായത് ശരീരത്തിലേക്ക് തുളച്ചു കയറി യക്ഷന്മാരുടെ ശരീരത്തിലേക്ക്. തിഗ്മ എന്ന് വെച്ചാൽ കൂർത്ത മുനയുള്ള ധ്രുവന്റെ അസ്ത്രങ്ങൾ തുളച്ചു കയറി. എന്നിട്ട് ഒരു ഉദാഹരണം പറയാണ്, ഗിരീൻ അശനയഃ യഥാ. ഗിരീൻ അശനയഃ എന്ന് വെച്ചാൽ ഇടിമിന്നൽ എന്ന പോലെയെന്ന്, അതായത് ഒരു ഇടി വെട്ടുമ്പോൾ പർവ്വതങ്ങളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്നത് പോലെ, അതായത് ഇടിമിന്നലിൻ്റെ ആ ഇടിവെട്ടുന്ന ആ മിന്നൽ പിണരുകൾ പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്നത് പോലെ ധ്രുവന്റെ കൂർത്ത മുനയോടുകൂടിയ ആ അസ്ത്രങ്ങൾ ഈ യക്ഷന്മാർ ധരിച്ചിരുന്ന കവചത്തെ തുളച്ചുകൊണ്ട് അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ മാറിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ശക്തമായിരുന്നു ധ്രുവന്റെ അസ്ത്രങ്ങൾ. ശ്ലോകം 18ഉം 19ഉം ഒരുമിച്ച്. ബല്ലൈഹി സംഛിദ്യമാനാനാം ശിരോഭിഹി ചാരുകുണ്ടലൈഹി ഊരുഭിഹി ഹേമതാലാഭൈഹി ദോർഭിഹി വലയവൽഗുഭിഹി ഹാരകേയൂരമകുടൈഹി ഉഷ്ണീഷൈശ്ച മഹാധനൈഃ അസ്തൃതാസ്താ രണഭുവഃ രേജുവീരമനോഹരഃ ഭല്ലൈഃ സംഛിദ്യമാനാനാം ശിരോഭിഃ ചാരുകുണ്ടലൈഃ ഊരുഭിർഹേമതാലാഭൈർദോർഭിർ വലയവൽഗുഭിഃ ഹാരകേയൂരമകുടൈ ഉഷ്ണീഷീണൈശ്ച മഹാധനൈഃ അസ്തൃതാസ്താ രണഭുവഃ രേജോ വീരമനോഹരഃ. അതായത് ഈ യക്ഷന്മാരുടെ ഏതൊക്കെ ശരീരാവയവങ്ങൾ എങ്ങനെയൊക്കെയാണ് ധ്രുവന്റെ അസ്ത്രങ്ങളാൽ വേർപെട്ടു പോയതെന്നാണ് കേട്ടോ ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. ബല്ലൈഹി, ബല്ലൈ എന്ന് വെച്ചാൽ ധ്രുവന്റെ ആ ശരങ്ങളാൽ, സംഛിദ്യമാനാനാം ഛേദിക്കപ്പെടുന്നു, ശിരോഭിഹി ശിരസ്സുകൾ, ധ്രുവന്റെ ശരങ്ങളാൽ അസ്ത്രങ്ങളാൽ സംഛിദ്യമാന എന്ന് വെച്ചാൽ ഛേദിക്കപ്പെട്ടു എന്ന്, യക്ഷന്മാരുടെ ശിരോഭിഹി ശിരസ്സുകൾ ഛേദിക്കപ്പെട്ടു. ചാരുകുണ്ടലൈഹി അതായത് മനോഹരമായ കർണകുണ്ടലങ്ങൾ ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചെവിയൊക്കെ അറുത്തുപോയിന്ന്. ശിരസ് മുറിഞ്ഞു വീണപ്പോൾ അതോടുകൂടി ചെവിയൊക്കെ മുറിഞ്ഞ് അറുത്തുപോയിട്ട് ഈ മനോഹരമായ കർണകുണ്ടലങ്ങൾ മുറിഞ്ഞു വീണു. ഊരുബീർ അതായത് അവരുടെ തുടകളൊക്കെ മുറിഞ്ഞ് താഴെ വീണു. ഹേമതാലാഭൈഹി എന്ന് വെച്ചാൽ സുവർണ പനവൃക്ഷങ്ങളെ പോലെ, ഹേമതാലാഭൈഹി എന്ന് വെച്ചാൽ സുവർണ പനവൃക്ഷങ്ങളെ പോലെ അവരുടെ തുടകളൊക്കെ മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ട് വീണു. ദോർഭിഹി അതായത് കരങ്ങൾ, അവരുടെ കൈകൾ, വലയവൽഗുഭിഹി കങ്കണങ്ങൾ അതായത് കൈവളകൾ അണിഞ്ഞിട്ടുള്ള കങ്കണങ്ങൾ അണിഞ്ഞിട്ടുള്ള അവരുടെ കൈകൾ മുറിഞ്ഞ് കഷ്ണങ്ങളായി താഴെ വീണു. വലിയ വലിയ പനവൃക്ഷം പോലെ അവരുടെ തുടകൾ മുറിഞ്ഞ് കഷ്ണങ്ങളായി താഴെ വീണു. ശിരസുകൾ, കർണ
കർണകുണ്ടലങ്ങളോടുകൂടിയ ശിരസുകൾ മുറിഞ്ഞു താഴെ വീണു. ഇനി ഹാരകേയൂരം, അങ്ങനെ വീണപ്പോൾ ഹാരം മാലകൾ താഴെ വീണു, കേയൂരം കൈവളകൾ, മുകുടൈ കിരീടങ്ങൾ, ഉഷ്ണീഷീണൈ തലപ്പാവുകൾ താഴെ വീണു, ച മഹാധനൈ വിലപിടിപ്പുള്ള അസ്തൃത, അതായത് വിലപിടിപ്പുള്ള സാധനങ്ങൾ, അതായത് കിരീടം, കേയൂരം, മാലകൾ, കൈവളകൾ, ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ശരീരാവയവങ്ങൾ മുറിഞ്ഞു കഷ്ണങ്ങളായി വീഴാണ്. അപ്പോൾ അതിലൊക്കെ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളും ചിതറി താഴേക്ക് വീണു. അങ്ങനെ വിലപിടിപ്പുള്ള നിരവധി ആഭരണങ്ങളും താഴെ വീണു. അങ്ങനെ മഹാധനൈ അസ്തൃത എന്ന് വെച്ചാൽ മൂടപ്പെട്ടു എന്ന് അവ രണഭുവ യുദ്ധഭൂമി, അതായത് ആ യുദ്ധഭൂമി മൂടിയെന്ന് ഇവരുടെ ആഭരണങ്ങളൊക്കെ വീണിട്ട് കൈവള, കാൽവള, കർണകുണ്ടലങ്ങൾ, മാലകൾ, കിരീടങ്ങൾ, മകുടങ്ങളൊക്കെ താഴെ വീണപ്പോൾ ഈ യുദ്ധഭൂമി മൂടപ്പെട്ടു. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൊണ്ട് യുദ്ധഭൂമി മൂടപ്പെട്ടു എന്ന്. അത്രയധികം യക്ഷന്മാരുണ്ടല്ലോ, അവരുടെ ശിരസുകളും ശരീരാവയവങ്ങളും ആഭരണങ്ങളും കൊണ്ട് ആ യുദ്ധഭൂമി മൂടിപ്പോയി. അങ്ങനെ യുദ്ധഭൂമി അതങ്ങനെയായി ആ യുദ്ധഭൂമി മുഴുവൻ മാറിപ്പോയി. രേജുഹു എന്ന് വെച്ചാൽ പ്രകാശിക്ക, അതായത് ഇങ്ങനെ പ്രകാശിച്ചു എന്ന്. വീരഹ, ആ വീരന്മാരുടെ മനഹ ഹരഹ, മനസ്സിനെ ഭ്രമിപ്പിച്ചു എന്ന് വെച്ചാലേ വീരന്മാർ, അത് കണ്ടു നിന്ന മറ്റു വീരന്മാർ, അത് കാണുന്ന മറ്റു വീരന്മാർക്ക് ധ്രുവൻ ചെയ്യുന്ന ഇത്രയ്ക്കധികം യക്ഷന്മാരെ ഒരുമിച്ച് ഇങ്ങനെ ഇല്ലാതാക്കുന്ന ഈ ഒരു ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ അവരുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നതായിരുന്നു എന്ന്. ആ പ്രകാശിപ്പിക്കുന്ന ധ്രുവൻ പ്രകാശിച്ചു നിന്നുകൊണ്ട് ചെയ്യുന്ന ആ യുദ്ധം, ആ വീരയുദ്ധം കണ്ടിട്ട് അതുപോലെയുള്ള വീരന്മാരുടെ ഉള്ളിനെ ഇങ്ങനെ എന്താ പറയുക, ആവേശം കൊള്ളിക്കും. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളി കാണുമ്പോൾ, ക്രിക്കറ്റ് കളി കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ജയിക്കുന്നത് കാണുമ്പോൾ കാണികൾ ആവേശം കൊള്ളുന്നത് പോലെ വീരന്മാരായിട്ടുള്ളവർക്ക് ആവേശം കൊള്ളിക്കുന്ന, അവരുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന രീതിയിലായിരുന്നു ധ്രുവൻ യുദ്ധം ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ 18ഉം 19ഉം ശ്ലോകങ്ങളിൽ ധ്രുവന്റെ അസ്ത്രങ്ങളേറ്റ് യക്ഷന്മാരുടെ ശരീരാവയവങ്ങൾ, ശിരസ്, കയ്യ്, കാല്, തുടകൾ, ഇവയിലൊക്കെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ, ഇവയൊക്കെ ചിന്നിച്ചെതറി ആ യുദ്ധഭൂമി വന്നു മൂടി, ഇതുകൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കണ്ടു നിൽക്കുന്ന വീരന്മാരായ ആളുകൾക്ക് ഈ കാഴ്ച കണ്ടാൽ അവരുടെ മനസ്സിനെ ഇങ്ങനെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ അത്രയ്ക്കും തേജസ്സുറ്റ ഒരു പ്രകാശിച്ചു നിന്നുകൊണ്ടാണ് ധ്രുവൻ ആ യുദ്ധം ചെയ്തത്. ധ്രുവന്റെ വീരം, യുദ്ധവീര്യം കണ്ടിട്ട് കാണുന്നവന്റെ ഉള്ളിൽ അവരെ ഭ്രമിപ്പിക്കുന്ന രീതിയിലായിരുന്നു ധ്രുവന്റെ ആ യുദ്ധം. കാരണം ഒറ്റയ്ക്കാണ് ഇത്രയ്ക്കധികം യക്ഷന്മാരെ ഇല്ലാതാക്കുന്നത്. ശ്ലോകം 20. ഹത അവിശിഷ്ടാഹ ഇതരേ രണ അജിരാത് രക്ഷോഗണഃ ക്ഷത്രിയവര്യ സായകൈഃ പ്രായോ വിവൃക്ന അവയവ വിദുദ്രുവു മൃഗേന്ദ്ര വൃഗീഡിത യൂഥഭ ഇവ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മളൊരു ധ്രുവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുന്നു, അപ്പുറത്ത് ഒരുപാട് ശത്രുക്കൾ, ഇവരെല്ലാം ഇങ്ങനെ വീണും മരിച്ചു പോകുന്നു എന്ന് കാണുമ്പോൾ ശരിക്കും ആ കർമ്മം ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ എൻ്റെ ശക്തി, എൻ്റെ കഴിവ്, എൻ്റെ ബലം, അതിലൊരു കോൺഫിഡൻസ് കൂടും, ഭയങ്കര ഒരു അഹങ്കാരം, അതൊരു അഹങ്കാരത്തിലേക്ക് പോവും. അങ്ങനെ ഒരു ഇത് വരുമല്ലോ, നമുക്ക് കൂടുതൽ വിജയങ്ങൾ വരുമ്പോൾ ആ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ ചെയ്യുമ്പോൾ അതൊരു അഹങ്കാരത്തിൻ്റെ തലത്തിലേക്ക് നീങ്ങുന്നുണ്ട് ധ്രുവൻ്റെ മനസ്സിൽ കേട്ടോ. അതും കൂടി മനസ്സിൽ ഓർത്തിട്ട് വേണം കേൾക്കാൻ. 20ാമത്തെ ശ്ലോകം. ഹത അവശിഷ്ടാഹ ഇതരേ രണ അജിരാത് രക്ഷോഗണഃ ക്ഷത്രിയവര്യ സായകൈഃ പ്രായോഃ വിവൃക്ന അവയവ വിദുദ്രുവുഃ മൃഗേന്ദ്ര വൃഗീഡിത യൂഥഭ ഇവ. ഹത അവശിഷ്ട, അവിടെ ആ യുദ്ധഭൂമിയിൽ മരിക്കാതെ അവശേഷിച്ച സൈനികരുണ്ടല്ലോ, അതായത് യക്ഷന്മാരെ, അവർ ഇതരെ, അങ്ങനെ മറ്റുള്ളവർ, രണ അജിരാത്ത്, ആ രണഭൂമിയിൽ നിന്നും, രക്ഷോഗണഃ എന്ന യക്ഷന്മാർ, മിക്കവരും മരിച്ചു വീണു. ഇനി മരിക്കാതെ ബാക്കിയായിട്ടുള്ള ശേഷിച്ച് നിൽക്കുന്ന ആ മറ്റുള്ള യക്ഷന്മാരെല്ലാം ആ രണഭൂമിയിൽ നിന്നും ക്ഷത്രിയവര്യ സായകൈഃ, ക്ഷത്രിയരിൽ ഉത്തമനായ ധ്രുവന്റെ സായകൈഃ, അസ്ത്രങ്ങളാൽ
പ്രായോഹോ എന്താ പറയുക, മിക്കവാറും, അതായത് ഒരു 80% പേരും അവിടെ മരിച്ചു വീണു. അതാണ് ക്ഷത്രിയന്മാരിൽ ഉത്തമനായ ധ്രുവന്റെ, ക്ഷത്രിയ വര്യ ഉത്തമനായ ധ്രുവന്റെ സായകൈഹി അസ്ത്രങ്ങൾ ഏറ്റിട്ട് പ്രായഹ എന്ന് വെച്ചാൽ മിക്കവാറും വിവൃഗ്ന അവയവ വിദുദ്രുവ, വിവൃഗ്ന അവയവം എന്ന് വെച്ചാൽ കഷ്ണങ്ങളായി മുറിഞ്ഞ ശരീരങ്ങളോട് കൂടിയവരായ വിദുദ്രുവുഹു. ആ വിദുദ്രുവുഹു എന്ന് വെച്ചാൽ ആ രക്ഷോഗണ യക്ഷന്മാർ വിദുദ്രുവു എന്ന് വെച്ചാൽ ഓടിപ്പോയി എന്ന്. അതായത് ശരീരാവയവങ്ങളൊക്കെ ഛേദിക്കപ്പെട്ട് ജീവൻ മാത്രമായിട്ട് നിൽക്കുന്ന കുറച്ച് യക്ഷന്മാരുണ്ട്. കുറച്ചു പേരൊക്കെ മരിച്ചുപോയി. ബാക്കി വന്ന ആ യക്ഷന്മാർ ഈ ക്ഷത്രിയരിൽ ഉത്തമനായിട്ടുള്ള ധ്രുവന്റെ ആ ബാണങ്ങളേറ്റ് ശരീരാവയവങ്ങൾ മിക്കവാറും മുറിഞ്ഞ കഷ്ണങ്ങളായി പോയ, എന്നാൽ ജീവനുള്ള അവരെല്ലാവരും ആ രണാജിരാത്ത് രണഭൂമിയിൽ നിന്നും വിദുദ്രുവ ഓടി ഒളിച്ചു എന്നാണ്. മൃഗേന്ദ്ര, എന്നിട്ടൊരു ഉദാഹരണം പറയാണ്. മൃഗേന്ദ്രൻ ആരാണ്? സിംഹത്തെ പേടിച്ച് വിക്രീഡിത, സിംഹത്താൽ തോൽപ്പിക്കപ്പെട്ട യൂതപ ആനകളെ ഇവ എന്ന പോലെ, സിംഹത്തോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കപ്പെട്ട ആനകൾ. വലിപ്പം കൊണ്ട് ആനയ്ക്കാണ് കൂടുതൽ അല്ലേ? സിംഹം വലിപ്പത്തിന് അതിന് നോക്കുമ്പോൾ ആന എത്ര വലിപ്പമില്ല. ആ സിംഹത്തോട് യുദ്ധം ചെയ്ത് ഇത്രയും വലിയ ആന പേടിച്ച് ഒളിക്കുന്നത് പോലെ എന്നിവിടെ ഉദാഹരണം പറയാൻ കാരണം, ഇവിടെ ധ്രുവൻ ഒരാളേ ഉള്ളൂ, മറ്റവര് 1,00,000-ൽ മീതെ യക്ഷന്മാരുണ്ട്. അപ്പോൾ അത്രയധികം ആളുകൾ ഉള്ളത് കൊണ്ടാണ് അതവിടെ ആനയോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഹത്തോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കപ്പെട്ട ആന ഓടി ഒളിക്കുന്നത് പോലെ ധ്രുവനോട് യുദ്ധം ചെയ്ത് മരിക്കാതെ അവശേഷിച്ച ബാക്കിയുള്ള യക്ഷന്മാർ, അവർ തന്നെ ഈ ധ്രുവന്റെ അസ്ത്രങ്ങളേറ്റ് ശരീരാവയവങ്ങൾ ഛേദിക്കപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായിട്ടുള്ള ആ യക്ഷന്മാർ ആ രണഭൂമിയിൽ നിന്നും പേടിച്ചോടിപ്പോയി എന്നിട്ട് സിംഹത്തോട് യുദ്ധം ചെയ്ത് തോൽക്കാറായ ആന ഓടി ഒളിക്കുന്നത് പോലെയായിരുന്നു യക്ഷന്മാർ ഓടി ഒളിച്ചത്. അത്രയും കാണുമ്പോൾ തീർച്ചയായിട്ടും ധ്രുവന് ഒരു സന്തോഷവും ഒരു എന്താ പറയുക, ഞാൻ ജയിച്ചു എന്നുള്ള സ്വന്തം കഴിവിലുള്ള ഒരു വിശ്വാസവും ഒക്കെ കൂടും. ശ്ലോകം 21. അപശ്യമാനഃ സ തഥാ ആദദായിനം മഹാമൃതേ കംചന മാനവോത്തമഃ പുരീം ദിദൃക്ഷൻ അഭി ന അവിശദ്വിഷാം ന മായിനാം വേദചികീർഷിതം ജനഃ. അപ്പോൾ ഈ ബാക്കി വന്ന യക്ഷന്മാർ ഓടിയത് എവിടേക്കായിരിക്കും? അവരുടെ നഗരത്തിലേക്ക്, അളകാപുരി എന്ന നഗരത്തിനുള്ളിലേക്കാണ് അവർ കയറിയത്. അപ്പോൾ ധ്രുവൻ ആ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് പിന്നാലെ ചെല്ലാനായിട്ട് ആഗ്രഹിച്ചു. കാരണം യക്ഷന്മാരുടെ ആ നഗരം ഒന്ന് കാണണമെന്ന് ധ്രുവന് ആഗ്രഹമുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെയും കൂടി വധിക്കണമെന്നുമുണ്ട്. അപ്പോൾ അവരുടെ നഗരത്തിൻ്റെ, അളകാപുരി എന്ന നഗരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ധ്രുവൻ പോയില്ല എന്ന്. കാരണം ഈ യക്ഷന്മാർ എന്ന് പറഞ്ഞാൽ മായാവികളാണ്. മായാവിദ്യ കാണിക്കുന്നതിൽ അവർ ഭയങ്കര മികവുള്ളവരാണ്. അപ്പോൾ താൻ അവരുടെ നഗരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ഇവർ എന്തെങ്കിലും മായാവിദ്യ കാണിച്ച് തന്നെ അപകടപ്പെടുത്തുമോ എന്ന് ധ്രുവന് തോന്നി. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ തനിക്ക് പറ്റില്ല എന്ന് ധ്രുവന് മനസ്സിലായി. അതായത് ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിക്ക് ഈ മായാവിദ്യ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കുള്ളതാണോ മായയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ തനിക്ക് ജയിക്കാൻ പറ്റില്ല. അവർ മായാവിദ്യ കാണിച്ചാൽ അത് മായാവിദ്യയാണ്, ശരിക്കുള്ളതല്ല എന്ന് തിരിച്ചറിയാൻ തനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് അളകാപുരി എന്ന നഗരത്തിലേക്ക് ധ്രുവൻ പ്രവേശിച്ചില്ല എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ 21. അപശ്യമാനഃ കാണാതായപ്പോൾ സഹ ആ ധ്രുവൻ തഥാ ആ സമയത്ത് ആദദായിനാം ആയുധധാരികളായ എതിർ സൈനികരെ, അതായത് എല്ലാവരും ഓടി ഒളിച്ചല്ലോ, ബാക്കി വന്നവരെല്ലാം നഗരത്തിനുള്ളിലേക്ക് കയറി ഓടി ഒളിച്ചപ്പോൾ ആ സമയത്ത് ആ ധ്രുവൻ തൻ്റെ എതിർ സൈനികരായ യക്ഷന്മാരെ, ബാക്കി വന്ന യക്ഷന്മാരെ അപശ്യമാനഃ കാണാതായപ്പോൾ മൃഹാമൃതേ, അതായത് മഹാമൃതേ എന്ന് വെച്ചാൽ ആ മഹത്തായ യുദ്ധഭൂമിയിൽ നിന്നും കംചന എന്ന് വെച്ചാൽ ഒരാളെയും മാനവോത്തമ മനുകുലത്തിൽ വെച്ച് ഉത്തമനായ ധ്രുവൻ ആ യുദ്ധഭൂമിയിൽ ഒരു യക്ഷനെ പോലും കാണാതായി വന്നപ്പോൾ പുരി, അവരുടെ നഗരം ഉണ്ടല്ലോ, ആ പുരി എന്ന് വെച്ചാൽ അളകാപുരി എന്ന നഗരത്തെ ദിദൃക്ഷൻ അഭി കാണാൻ ധ്രുവന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അവിശദ് പ്രവേശിച്ചില്ല. അളകാപുരി എന്ന നഗരത്തിൻ്റെ ഉള്ളിലേക്ക് ധ്രുവൻ ചെന്നില്ല. ദ്യുഷാം, കാരണം ദ്യുഷാം എന്ന് വെച്ചാൽ തൻ്റെ ശത്രുക്കളുടെ മായിനാം എന്നുവെച്ചാൽ ആ മായാവിദ്യയെ ന വേദ എനിക്കറിയാൻ പറ്റില്ല. ചികീർഷിതം എന്നുവെച്ചാൽ മായിനാം ചികീർഷിതം എന്ന് വെച്ചാൽ മായ കലർന്ന പദ്ധതികൾ, ജനഹ എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് ന വേദ മനസ്സിലാക്കാൻ പറ്റില്ല.
അപ്പോൾ ആ യുദ്ധഭൂമിയിൽ, മഹത്തായ ആ യുദ്ധഭൂമിയിൽ തൻ്റെ എതിരാളികളായിട്ടുള്ള യക്ഷന്മാരെ ആരും കാണാതെ വന്നപ്പോൾ മനുകുലത്തിൽ ഉത്തമനായ ധ്രുവൻ അവരുടെ നഗരം, യക്ഷന്മാരുടെ നഗരമായ അളകാപുരിയിലേക്ക് ചെന്നു. പക്ഷേ ആ നഗരം ഉള്ളിൽ കയറി കാണണമെന്ന് ദദ്രക്ഷൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ശത്രുക്കൾ യക്ഷന്മാർ മായാജാല പ്രകടനത്തിൽ അങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ വളരെ കഴിവുള്ളവരാണെന്ന് ധ്രുവന് മനസ്സിലായി. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പെട്ടെന്ന് അവിടെ ജയിക്കാൻ പറ്റില്ല ആ മായവിദ്യയിൽ. ഇപ്പം നമുക്കറിയാലോ, രാമായണത്തിൽ ശ്രീരാമനും സീതയും താമസിക്കുമ്പോൾ മാരീചൻ മാനായി വന്നതും ആ മായ കാണിച്ചതും സീതാദേവിയുടെ മനസ്സിനെ മയക്കിയതും എന്നിട്ട് ഇങ്ങനെ കളിച്ചിങ്ങനെ പോയതും അങ്ങനെ അതിൻ്റെ പിന്നാലെ ഓടിയതും ശ്രീരാമൻ സീതാദേവി അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതും അതിനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതും രാമനെ പറഞ്ഞയച്ചതും ഈ മാൻ മരിച്ചു വീഴുമ്പോൾ ലക്ഷ്മണൻ്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ട് മരിച്ചു വീഴുന്നത് ഒക്കെ മായയാണ്. അത് മായയാണെന്ന് സീതാദേവിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കണ്ടോ, ശ്രീരാമനും സീതാദേവിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള മായവിദ്യ കാണിക്കാൻ യക്ഷന്മാർ മിടുക്കനാ. അവിടെ തനിക്ക് നേരിട്ട് യുദ്ധം ചെയ്താൽ തനിക്ക് ജയിക്കാം, പക്ഷെ ആ മായവിദ്യ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ധ്രുവൻ അറിയാവുന്നത് കൊണ്ട് അളകാപുരിയിലേക്ക് പ്രവേശിച്ചില്ല. ശ്ലോകം 22. ഇതി ബ്രുവൻ ചിത്രരഥഃ സ്വസാരഥീം യത്തഃ പരേഷാം പ്രതിയോഗശങ്കിതഃ ശുശ്രാവ ശബ്ദം ജലദേ ഇവ ഈരിതം നഭസ്വതഃ ദിക്ഷു രജോഃ അന്വദൃശ്യതഃ. ഇതിഹി ഇപ്രകാരം ബ്രുവൻ എന്ന് വെച്ചാൽ ഇപ്രകാരം പറഞ്ഞിട്ട് ചിത്രരഥഃ മനോഹരമായ രഥമുണ്ടായിരുന്ന ആ ധ്രുവ മഹാരാജാവ് സ്വസാരഥീം തൻ്റെ സാരഥിയായിട്ടുള്ള ആ തേരോടിക്കുന്ന ആളോട് യത്തഹ എന്ന് വെച്ചാൽ ആ അംഗരക്ഷകനോട്. അപ്പോൾ ധ്രുവൻ തൻ്റെ തേരോടിക്കുന്ന ചിത്രരഥ എന്ന് വെച്ചാൽ മനോഹരമായ രഥത്തിലിരുന്നു കൊണ്ട് ആ ധ്രുവൻ സ്വസാരഥിയും യത്തഹ തൻ്റെ ഓടിക്കുന്ന സാരഥിയായിരിക്കുന്ന ആ അംഗരക്ഷകനോട് പരേഷാം പ്രതിയോഗശങ്കിത തൻ്റെ ശത്രുക്കളുടെ പ്രത്യാക്രമണം ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്, അവരെ അങ്ങനെ പേടിച്ചിട്ട് ഓടണവരെല്ലാം യക്ഷന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു മായാ പ്രകടനം വരുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബ്രുവൻ ഇപ്രകാരം തൻ്റെ സാരഥിയോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് ധ്രുവൻ. യുദ്ധം അവസാനിച്ചിട്ടില്ല, അവരങ്ങനെ പേടിച്ചോടി ഒളിച്ചതുമല്ല, അവരെന്തോ ഒരു മായ കാണിക്കാൻ പോകുന്നുണ്ട്, ഒരു പ്രതികരണം തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സാരഥിയോട് അത് പറഞ്ഞ് ധ്രുവൻ നിൽക്കുന്ന സമയത്ത് ശുശ്രാവ കേട്ടു ഒരു ശബ്ദം ജലദേ ഇവ ഈരിതം, അതായത് ഒരു സമുദ്രത്തിൻ്റെ ഈരിതം എന്ന് വെച്ചാൽ ഇരമ്പൽ പോലെ, ഇവ എന്ന് വെച്ചാൽ പോലെ, ഒരു സമുദ്രത്തിൽ തിരമാലകൾ വന്നടിക്കുന്ന ഇരമ്പൽ പോലെയുള്ള ഒരു ശബ്ദം ധ്രുവൻ കേട്ടു. നഭസ്വതഃ കാറ്റുവന്ന് ദിക്ഷുഹു മുഴുവൻ ദിക്കുകളും രജഹ പൊടിപടലങ്ങൾ അന്വദൃശ്യതഃ വന്നു മൂടിയെന്ന്. ശക്തമായ ഒരു കാറ്റു വന്ന് ദിക്കുകൾ മുഴുവനും ആകാശവും പൊടിപടലങ്ങൾ കൊണ്ട് മൂടി, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതോടൊപ്പം സമുദ്രത്തിൻ്റെ തിരമാലകൾ വരുന്ന പോലെ ഒരു ഇരമ്പൽ ശബ്ദവും ധ്രുവൻ കേട്ടു എന്ന് വെച്ചാൽ ധ്രുവൻ ചിന്തിച്ചതുപോലെ തന്നെ ഇത് യക്ഷന്മാരുടെ മായാവിദ്യയായിരുന്നു. അവർ ധ്രുവനോട് നേരിട്ട് യുദ്ധം ചെയ്ത് വധിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ മായാജാലം കാണിച്ച് ധ്രുവനെ ഭയപ്പെടുത്തി വധിക്കാനുള്ള ശ്രമമാണ്. അതിന് ഒരു സമുദ്രം ഇരമ്പി വരുന്ന പോലെ ഒരു ശബ്ദം, ഇരമ്പൽ ശബ്ദമുണ്ടായി. അതിൻ്റെ പിന്നാലെ ശക്തമായ കാറ്റ് വീശി പൊടിപടലങ്ങൾ കൊണ്ട് ആകാശവും ദിക്കുകളും കാണാൻ പറ്റാത്ത പോലെ മൂടി. ശ്ലോകം 21. ക്ഷണേന ഛാദിതം വ്യോമ ഘനാനീകേന അനീകേന സർവതഃ വിസ്ഫുരത്തടിത ദിക്ഷു ത്രാസയത് സ്തനയത് നൂന. ക്ഷണേന അച്ഛാദിതം വ്യോമ അനീകേന സർവതഃ വിസ്ഫുരത്തടിത ദിക്ഷു ത്രാസയത് സ്തനയത് നൂന.
ക്ഷണേന ആച്ഛാദിതം, അതായത് ക്ഷണനേരം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആച്ഛാദിതം എന്ന് വെച്ചാൽ മൂടപ്പെട്ടു എന്ന്. വ്യോമ ആകാശം, അനീകേന മഴക്കാറുകളാൽ, സർവ്വതഃ എല്ലായിടത്തും, ആകാശം മുഴുവനും മഴക്കാറുകൾ പെട്ടെന്ന് തന്നെ. അപ്പോൾ പൊട്ടിക്കാറ്റടിച്ചു, കടലിൻ്റെ ഇരമ്പൽ ശബ്ദം കേട്ടു, ദിക്കുകളൊന്നും കാണാൻ പറ്റാതായി. ഈ സമയത്ത് ആകാശം മുഴുവനും എങ്ങനെയാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, പെട്ടെന്ന് ശക്തമായ ആകെ ഇരുട്ട് മൂടുന്ന രീതിയിലുള്ള മഴക്കാറ് വന്ന് ആകാശം മുഴുവനും മൂടി. വിസ്ഫുരത്തടിത, അതായത് കണ്ണഞ്ചിക്കുന്ന ഇടിമിന്നലുകളോടുകൂടി സർവ്വദിക്കുകളും ത്രാസയത്ത്, ഭയാനകമായ സ്തനയത് നൂന, ഇടിശബ്ദം മുഴങ്ങിന്ന്. മഴക്കാറ് വന്ന് ആകാശം ഇരുട്ടായി, ദിക്കുകളും മുഴുവനും ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കരമായ ശബ്ദത്തിൽ ഇടിവെട്ടും മിന്നലും, രണ്ട് ഇടിമിന്നലും ശബ്ദവും, അതിൻ്റെ ശബ്ദവും കൊണ്ട് ഭയാനകമായ ശബ്ദവും ഉണ്ടാക്കി. അതായത് ധ്രുവൻ്റെ മനസ്സിൻ്റെ ശക്തിയാണ് ധ്രുവൻ്റെ ബലം എന്ന് യക്ഷന്മാർക്ക് പിടികിട്ടി. മനസ്സിലായോ? തൻ്റെ ശക്തി, തൻ്റെ തനിക്ക് തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള തൻ്റെ ശക്തി, ആ മനധൈര്യം, അതാണ് ധ്രുവനെ വിജയിപ്പിക്കുന്നത്. ഇത്രയ്ക്കും അധികം യക്ഷന്മാരെ തോൽപ്പിക്കാൻ ധ്രുവന് സാധിച്ചതിൻ്റെ കാരണം ധ്രുവൻ്റെ മനഃശക്തിയാണെന്ന് യക്ഷന്മാർക്ക് പിടികിട്ടിയപ്പോൾ അവർ ധ്രുവനെ മാനസികമായി തളർത്താൻ ശ്രമിക്കുകയാണ്, ഭയപ്പെടുത്തിയിട്ട്. അപ്പം ഈ കടലിരമ്പം, ചുഴലിക്കാറ്റ്, പൊടിപടലങ്ങൾ, കാർമേഘത്തിൻ്റെ ഇരുട്ട്, വലിയ വലിയ ഘോരമായ ശബ്ദത്തിലുള്ള ഇടിമിന്നൽ, ഭയാനകമായ ശബ്ദത്തിൽ, അങ്ങനെ ധ്രുവന്റെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചു എന്ന് യക്ഷന്മാർ. ശ്ലോകം 24. വവൃഷു രുതിര ഔഘ അസ്രക് പൂയ വിൺമൂത്രമേധസഃ നിപേതു ഗഗനാദ് അസ്യ കബന്ധാനി ഗതോ അനഘഃ കബന്ധാനി അഗതഃ അനഘഃ എന്നാണ് കേട്ടോ. അപ്പോൾ വവൃഷു എന്ന് വെച്ചാൽ അതുമാത്രമല്ല, അവിടെ പെയ്തു, വവൃഷു പെയ്തു, രുതിരം ചോര മഴ പെയ്യിച്ചു, ഔകം ജലം ചീറ്റി, അസ്രക്ക് കഫം വന്നു, പൂയം പഴുപ്പ് ജലമൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങിയെന്ന്. പൂയം എന്ന് വെച്ചാൽ പഴുപ്പ്, വിൺമൂത്രം മലമൂത്രങ്ങൾ വീഴാൻ തുടങ്ങി, മേധസ് മജ്ജ മാംസം ഇതൊക്കെ വന്ന് അവിടെ വീഴാൻ തുടങ്ങി. നിബേതു എന്ന് വെച്ചാൽ വന്ന് പതിച്ചു. ഗഗനാദസ്യ ആകാശത്ത് നിന്നും, കബന്ധാനി ശിരസുകൾ തലയോടുകളും, അഗതഹ മുന്നിലേക്ക് വന്ന് വീണു. അനഘ എന്ന് വിളിക്കുന്നത് ഇവിടെ മൈത്രേയ മഹർഷി വിതുരരോട്, അല്ലയോ പാപമുക്തനായ വിതുരരെ, അതാണ് അനഘ എന്ന് വിളിക്കുന്നത്. ഇതുമാത്രമല്ല, അന്തരീക്ഷം ഇങ്ങനെ ആക്കിയത് മാത്രമല്ല, അവിടെ ചോരമഴ പെയ്യായിരുന്നു. ചോര, ജലം, കഫം, പഴുപ്പ്, മലമൂത്രം, മജ്ജ, മാംസം, തലയോടുകളൊക്കെ ആകാശത്ത് നിന്നും പെയ്ത് വീഴായിരുന്നു ആ ഭൂമിയിലേക്ക്. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ധ്രുവൻ എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും ഭയന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 25. തതഃ ഖേ അദൃശ്യത ഗിരിഹി നിബേദുഃ സർവതോദിശം ഗദാപരിഘ നിസ്തൃംശ മുസല സ അശ്മവർഷിണഃ. തതഃ അനന്തരം ഖേ ആകാശത്ത് നിന്നും അദൃശ്യത എന്ന് വെച്ചാൽ കണ്ടു എന്ന്, ഗിരി ഒരു പർവ്വതം. ഈ സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു പർവ്വതം കണ്ടു എന്ന്. അവിടെ നിന്നും നിബേതു താഴേക്ക് പതിക്കുന്നു, സർവതോദിശം എല്ലാ ദിക്കുകളിലേക്കും, ഗദാപരിഘ ഗദ എന്നായുധം, പരിഘ ഇരുമ്പുലക്കകൾ, നിസ്തൃംശ വാളുകൾ, മുസല ഇരുമ്പുലക്കകൾ, സ അശ്മ വലിയ വലിയ കഷ്ണങ്ങൾ, ഇവയൊക്കെ വർഷിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജലം, ചോര, രക്തം, തലയോട്, അത് മാത്രമല്ല, അതുകൂടാതെ ആകാശത്ത് ഒരു വലിയ പർവ്വതം ഇങ്ങനെ ഗിരി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടു ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ വീഴുന്നത് ഇരുമ്പുലക്കകൾ, ഗദകൾ, ഇരുമ്പിൻ്റെ വടികൾ, വാളുകൾ, വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ധ്രുവന്റെ മേലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. ഇതൊക്കെ മായാജാലമാണ്, ശരിക്കും അവിടെ ഉണ്ടാകുന്നില്ല. മായ കാണിച്ച് ഇവർ ആ പരിസരത്തെ ഭയാനകമാക്കി ധ്രുവനെ മാനസികമായി തളർത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശം.
ആ ഉദ്ദേശം നടക്കുക തന്നെ ചെയ്തു. ശ്ലോകം 26. അഹയഹ അശനി നിശ്വാസ വമന്ദഹ അഗ്നി മൃഷ അക്ഷിഭിഃ അഭ്യദാവൻ ഗജാമത്ത സിംഹവ്യാഗ്രഹ ച യദൂശഃ. അഹയഹ സർപ്പങ്ങൾ, അശനി നിശ്വാസ ഇടിമിന്നൽ പോലെ ഇങ്ങനെ ചീറ്റുന്ന ശബ്ദം ഉണ്ടല്ലോ, സർപ്പങ്ങളുടെ ചീറ്റൽ, നിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ശ്വാസം പുറത്തേക്ക് ചീറ്റുന്ന ശബ്ദം, ഇടിമിന്നലിൻ്റെ ശബ്ദം പോലെയായിരുന്നു സർപ്പങ്ങളുടെ ചീറ്റൽ ശബ്ദം. വമന്തഹ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ചീറ്റൽ. അഗ്നിം രുഷ അക്ഷിഭിഹി, അക്ഷിഭി സർപ്പങ്ങളുടെ കണ്ണുകളിൽ നിന്നും കോപത്തിൻ്റെ അഗ്നി പുറത്തേക്ക് ചീറ്റാനും തുടങ്ങിയെന്ന്. അപ്പോൾ സർപ്പങ്ങളുടെ ശ്വാസനിശ്വാസമാകുന്ന ആ ചീറ്റൽ ശബ്ദം ഇടിമിന്നൽ പോലെയായിരുന്നു സർപ്പങ്ങളുടെ ചീറ്റൽ ശബ്ദം. പിന്നെ കോപം കൊണ്ട് സർപ്പങ്ങളുടെ കണ്ണുകളിൽ നിന്നും അഗ്നിയും പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അഭ്യദാവൻ മുന്നോട്ട് വന്നു. അതുമാത്രമല്ല, അഭ്യദാവൻ ധ്രുവന്റെ നേരേക്ക് വരുന്നത് ആരൊക്കെ? ഗജ ആനകൾ, മതമിളകി നിൽക്കുന്ന ആനകൾ ധ്രുവന്റെ നേരെ ഓടി വന്നു. സിംഹങ്ങൾ, വ്യാഘ്രം, കടുവകൾ, യൂദശഃ കൂട്ടങ്ങളായിട്ട്, ഇവയൊക്കെ സിംഹം, കടുവ, മതയാനകളൊക്കെ കൂട്ടമായിട്ട് ധ്രുവന്റെ നേരേക്ക് ഓടി വരുന്നതും ധ്രുവന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ, കാർമേഘത്തിൻ്റെ ഇരുട്ട്, ചുഴലിക്കാറ്റ്, സമുദ്രമിരമ്പുന്ന ശബ്ദം, സർപ്പങ്ങളുടെ ചീറ്റൽ, സർപ്പങ്ങളുടെ കണ്ണുകളിൽ നിന്നും തീ പാറുന്നത്, മതയാന, സിംഹം, കടുവ ഇവയൊക്കെ ഓടി വരുന്നു. ഒക്കെ ധ്രുവൻ ഇങ്ങനെ കാണുകയാണ്. നിരവധി ആയുധങ്ങൾ ധ്രുവന്റെ മേലേക്ക് വീഴുന്നു. രക്തം, കഫം, മജ്ജ, മാംസാദി സാധനങ്ങൾ ധ്രുവന്റെ മേലേക്ക് വീഴുന്നു. ഇതൊക്കെ അവൻ കാണുന്നുണ്ട്, ധ്രുവൻ കാണുന്നുണ്ട്. ശ്ലോകം 27. സമുദ്ര ഊർമിഭിഹി ഭീമ പ്ലാവയൻ സർവതഃ ഭുവം ആസസാദ മഹാഹ്രാദഃ കൽപ്പാന്ത ഇവ ഭീഷണഃ. സമുദ്രം, ഒരു സമുദ്രത്തിൻ്റെ ഊർമിഭിഹി തിരമാലകളോടുകൂടിയ, ഭീമ ഘോരമായ തിരമാലകളോടുകൂടി, പ്ലാവ നിറഞ്ഞു കവിഞ്ഞ്, സർവതഃ എല്ലാ ദിക്കുകളിലും, ഭുവം ഭൂമി, ഭൂമിയുടെ എല്ലാ ദിക്കുകളിലും സമുദ്രത്തിൻ്റെ തിരമാലകൾ ഇങ്ങനെ ഭയാനകമായ രീതിയിൽ പൊന്തി വന്നിട്ട്, ഏകദേശം നമ്മൾ സുനാമി എന്നൊക്കെ പറയുന്നത് പോലെ നിറഞ്ഞു കവിഞ്ഞു. ഭൂമി മുഴുവനും, ബാക്കി 72% സമുദ്രവും ബാക്കി 24% ഭൂമിയുമായി കിടക്കുന്ന സ്ഥലം മുഴുവൻ സമുദ്രജലം നിറഞ്ഞു കവിഞ്ഞു ഒഴുകാൻ തുടങ്ങി. തിരമാലകൾ ഭയാനകമായ രീതിയിൽ വരാൻ തുടങ്ങി. ആസസാദ മുന്നോട്ട് വന്നു, മഹാഹ്രാദ ഘോരമായ ശബ്ദം മുഴക്കിക്കൊണ്ട്, കൽപ്പാന്തേ ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ, സംഹാരകാലത്ത്, ഇവ പോലെ ഭീഷണ ഭയാനകമായിട്ട്, അതായത് ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ മഹാനൈമിത്തിക പ്രളയം വരുമ്പോൾ എങ്ങനെയായിരിക്കും, അത്രയ്ക്ക് ഭയാനകമായ രീതിയിൽ ധ്രുവൻ കാണുകയാണ് ഭൂമി മുഴുവനും കടൽ ജലം, പ്രളയം കൊണ്ട് ജലം വന്ന് നിറയുന്നത്. ഏറ്റവും അവസാനത്തിലെ നൈമിത്തിക പ്രളയം പോലെ ഭൂമി മുഴുവൻ ജലത്താൽ നിറയുന്നതായിട്ടും ധ്രുവൻ കണ്ടു. ശ്ലോകം 28. ഏവം വിധാനി അനേകാനി ത്രാസനാനി അമനസ്വിനാം സസൃജു തിക്മഗതയാ ആസൂര്യ മായയാ അസുരഃ. ഏവം വിധാനി അനേകാനി ത്രാസനാനി അമനസ്വിനാം സുസൃജു തിക്മഗതയാ ആസൂര്യ മായയാ അസുരഃ. ഏവം ഇപ്രകാരം, വിധാനി അനേകാനി പലവിധത്തിലുള്ള ത്രാസനാനി ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മനസ്സിന് ശക്തിയില്ലാത്ത, എന്ന് വെച്ചാൽ മനസ്സിന് ശക്തിയില്ലാത്തവർക്ക് ത്രാസനാനി ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള വിധാനി അനേകാനി പല വിധത്തിലുള്ള മായാവിദ്യ പ്രയോഗങ്ങളായിരുന്നു യക്ഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആർക്ക്? മനസ്സിന് ശക്തിയില്ലാത്തവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ. വീരന്മാരെ അവർക്ക് ഭയം വരില്ല. മനസ്സിന് ശക്തിയില്ലാത്തവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മായാജാല പ്രകടനങ്ങളായിരുന്നു യക്ഷന്മാർ കാണിച്ചു വെച്ചത്. സസൃജു എന്നുവെച്ചാൽ അവർ സൃഷ്ടിച്ചത്, തിക്മഗതയ ദുഷ്സ്വഭാവമുള്ള ആസൂര്യ എന്ന് വെച്ചാൽ ആ അസുരന്മാർ എന്ന അർത്ഥത്തിൽ, അതായത് ആ യക്ഷന്മാരെയാണ് വിളിക്കുന്നത്. മായയാ അസുരഹ അവരുടെ മായാപ്രയോഗം, അസുരന്മാരായിട്ടുള്ള ആ യക്ഷന്മാരുടെ ദുഷ്ടസ്വഭാവമുള്ള എന്നിവിടെ പറയാൻ കാരണം, ധ്രുവനെ ഇവിടെ ഭയപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്, ധ്രുവനെ മാനസികമായി തളർത്താൻ ഭയപ്പെടുത്തുകയല്ലേ. അതാണ് ഇവിടെ ദുഷ്ടസ്വഭാവമുള്ള ആസുരിക സ്വഭാവമുള്ള ആ യക്ഷന്മാരുടെ ഉള്ളിലെ ആ മായാപ്രകടനം അവർ കാണിച്ചിട്ട്
മനഃശക്തിയില്ലാത്തവനെ ശരിക്കും തളർത്തുന്ന, മനഃശക്തിയില്ലാത്തവനെ ശരിക്കും തളർത്തിക്കളയുന്ന, അവനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മായാജാല പ്രകടനങ്ങളായിരുന്നു പല വിധത്തിലുള്ള രീതിയിൽ അവർ കാണിച്ചത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ധ്രുവൻ എന്തായിട്ടുണ്ടാവും? ഭയന്നിട്ടുണ്ടാവും. അത് ധ്രുവൻ അറിയാം. ആ മായ വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ധ്രുവൻ അറിയാവുന്നത് കൊണ്ടാണ് അവരുടെ നഗരത്തിലേക്ക് കയറാതിരുന്നത്. പക്ഷെ അവർ പുറത്തേക്ക് വന്നിട്ടുള്ള രീതിയിലായിരുന്നു ഈ മായ ഉപയോഗിച്ചുള്ള പ്രതികരണം ഉണ്ടായത്. അതിൽ ധ്രുവൻ തളർന്നു. ശ്ലോകം 29. ധ്രുവേ പ്രയുക്തം അസുരൈഹി താം മായ അതി ദുസ്തരാം നിശമ്യ തസ്യ മുനയഃ ശം ആശംസൻ സമാഗതഃ. ധ്രുവൻ തളർന്ന ഭഗവാൻ വെറുതെ ഇരിക്കുമോ? ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. 36,000 വർഷം ഭൂമി ഭരിച്ചോ, നീ എന്താഗ്രഹിച്ചാലും അത് സാധിക്കും. ഒരു വിഷമം ഉണ്ടാവില്ല. സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടി നിനക്ക് ഭൂമിയിൽ ജീവിക്കാം. ഒപ്പം ധ്രുവനെ ബാലൻസ് ചെയ്യാനും ഭഗവാൻ ശ്രമിക്കും. രണ്ടും നടക്കും അവിടെ. എന്നാൽ ധ്രുവന് ഒരു പരാജയം സംഭവിക്കില്ല. എന്ത് ആഗ്രഹിച്ചാലും ധ്രുവന് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ അനുഗ്രഹം ഭഗവാൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ധ്രുവൻ മാനസികമായി തളർന്ന ഭഗവാൻ അപ്പം അറിയാം. അപ്പോൾ ഭഗവാൻ ധ്രുവൻ്റെ അടുത്തേക്ക് നിർദ്ദേശങ്ങൾക്കായി ഓർമ്മപ്പെടുത്താനായിട്ട് ഒരാളെ അയക്കുകയാണ്. ധ്രുവൻ ഈ ഭയം വരാനുള്ള കാരണം എന്താ? ധ്രുവൻ ഒരു നിമിഷം എൻ്റെ കഴിവ്, എൻ്റെ ശക്തി എന്ന് അഹങ്കരിച്ച് നിന്നിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത്. അവിടെ യുദ്ധത്തിൽ ധ്രുവൻ വിജയിച്ചു. പക്ഷേ ചില കാര്യങ്ങളെ, എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തെറ്റായ ചിന്തയാണ്, മണ്ടത്തരമാണ്. ഞാനാണ് അതീവ ശക്തിമാൻ, ബലവാൻ, എനിക്ക് ഇവരെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ധ്രുവൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ശരീരത്തിനെ, മനസ്സിനെ, ബുദ്ധിയെ, ഈ ശക്തിയെ നൽകുന്ന ആ ശക്തി ആരാണ് എന്ന് ധ്രുവൻ ചിന്തിച്ചില്ല. അന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ ചെയ്തതുപോലെ എങ്ങനെയാണ് ഞാൻ ഇക്കണ്ട കാലം യുദ്ധം ചെയ്തിട്ട് വിജയിച്ചത്? എന്തായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ശക്തി? ആരാണ് എൻ്റെ ഉള്ളിലെ ആ ശക്തി, ശരീര മനോബുദ്ധിയുടെ ശക്തി എന്നറിയാതെ ജീവിച്ച അർജുനൻ ഏറ്റവും അവസാനം ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു നിസാരമായ കാട്ടാളന്മാരുടെ മുന്നിൽ പരാജയപ്പെട്ടപ്പോഴായിരുന്നു ഭഗവാനായിരുന്നു എൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ സ്വന്തം കഴിവിലും ശക്തിയിലും ഞാൻ, അഹങ്കാരമല്ല, അതിനെ നമുക്കൊരു അഹങ്കാരം എന്നുള്ള രീതിയിൽ ഭൗതികമായ അഹങ്കാരമല്ല, അത്രയും ഒരു ധാർഷ്ട്യം ധ്രുവൻ കാണിക്കുന്നില്ല. നല്ല സത്യസന്ധമായിട്ടും ധർമ്മിഷ്ഠനായിട്ടാണ്. പക്ഷേ സ്വന്തം കഴിവിലായിരുന്നു വിശ്വാസം. എൻ്റെ ശരീരത്തിൻ്റെ ശക്തി, മനഃശക്തി, ബുദ്ധിശക്തി, ഈ ശക്തി ആരാ എന്ന് മാത്രം അറിയുന്നില്ല. മനസ്സിലായോ? സ്വന്തം കഴിവിലുള്ള വിശ്വാസം, അത് മാത്രമായിട്ടാണ് ധ്രുവൻ നിന്നിരുന്നത്. ആ ഭഗവാനെ തപസ് ചെയ്തതും ഭഗവാൻ അനുഗ്രഹിച്ചതൊക്കെ ധ്രുവൻ മറന്നുപോയി. വളർന്ന് വലുതായി കഴിവും പ്രാപ്തിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ മറന്നു. വലിയ യുദ്ധമൊക്കെ ചെയ്ത് വിജയിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ കഴിവിലുകൊണ്ടാണ് എന്ന് ധ്രുവൻ വിചാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കഴിവിനൊരു പരിധിയുണ്ട്. സ്വന്തം കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുത്തതെന്ന് പറയുമ്പോഴും ആ കഴിവിനൊരു പരിധിയുണ്ട്. ചില സാഹചര്യങ്ങൾ ആ കഴിവ് പോലും തോറ്റുപോകുന്ന സാഹചര്യം ജീവിതത്തിൽ വരും. അപ്പോഴേ എല്ലാവരും ഈശ്വരനെ ഓർക്കുള്ളൂ. അങ്ങനെ ഒരു സന്ദർഭം ധ്രുവന് വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു വെച്ചു, മഹർഷിമാരെ ഓർമ്മപ്പെടുത്തൂ എന്ന്. അപ്പോൾ അവർ വരികയാണ് കേട്ടോ. ശ്ലോകം 29. ധ്രുവേ പ്രയുക്തം, ധ്രുവനെതിരെ പ്രയുക്തം പ്രയോഗിച്ച അസുരെ യക്ഷന്മാരുടെ ആ മായയെ അതിദുസ്തരം, വളരെ അപകടകരമായിട്ടുള്ള, അതായത് മറികടക്കാൻ വളരെ പ്രയാസമേറിയ ആ യക്ഷന്മാർ ധ്രുവനെതിരെ പ്രയോഗിച്ച ആ മായാവിദ്യയെ നിശമ്യ കണ്ടിട്ട് തസ്യ, ആ ധ്രുവനെ, ഭയന്നു നിൽക്കുന്ന ധ്രുവനെ, മുനയഃ മുനിമാർ, ശം ആശംസൻ, ശം എന്ന് വെച്ചാൽ മംഗളം, ആശംസൻ എന്ന് വെച്ചാൽ ആശംസിച്ചു, സമാഗത അവിടെ എത്തിയെന്നു. അപ്പോൾ ധ്രുവനെതിരെ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ആ മായാജാല പ്രകടനങ്ങൾ യക്ഷന്മാർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഉടനെ തന്നെ കുറച്ച് മുനിമാർ അവിടെ എത്തി. ഭഗവാന്റെ നിർദ്ദേശത്താൽ കുറച്ച് മുനിമാർ അവിടെ എത്തിയിട്ട് അവർ ധ്രുവനെ ആശംസിച്ചു. ധ്രുവനെ, നീ പേടിക്കണ്ട, നിനക്ക് മംഗളം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ധ്രുവനെ ഒന്ന് പ്രശംസിച്ചു, ആശംസിച്ചു അവിടെ എത്തിയിട്ട് മഹർഷിമാരട്ടോ. അപ്പോൾ ആദ്യം വന്നപ്പോൾ വേറൊന്നും പറഞ്ഞില്ല, നീ ഭയപ്പെടണ്ട, നീ തന്നെ വിജയിക്കുള്ളൂ, നിനക്ക് മംഗളം സംഭവിക്കും എന്ന് പറഞ്ഞ് ധ്രുവനെ ഒന്ന് ആശംസിച്ചു. അതിനുശേഷം ധ്രുവനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. ശ്ലോകം 30. മുനയ ഊജു, മഹർഷിമാർ ധ്രുവനോട് പറയുകയാണ് കേട്ടോ. ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്. എന്തേ മറന്നുപോയേ നീയേ എന്നുള്ള രീതിയിൽ.
ഔത്താനപാദേ ഭഗവാൻ തവ ശാർഘധന്വാ ദേവ ക്ഷിണോതു അവനത ആർത്തിഹരഃ വിഭക്ഷാൻ യത് നാമധേയ അഭിധായ നിശമ്യ ച അദ്ധ ലോകേ അഞ്ജസാ തരതി ദുസ്തരം അംഗമൃത്യും. ഔത്താനപാദേ, മുനിമാർ പറയാണ്, അല്ലയോ ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവനെ, ഭഗവാൻ തവ, ഭഗവാൻ ശാർഘധന്വ, ശാർങ്ങമെന്ന അസ്ത്രം കയ്യിൽ ധരിച്ചിട്ടുള്ള ദേവനായിട്ടുള്ള ഭഗവാൻ, ക്ഷിണോതു, നശിപ്പിക്കട്ടെ, അവനത അർത്തിഹര വിവക്ഷൻ. അവനത അർത്തിഹര എന്ന് വെച്ചാൽ ആ ഒരു ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തിയുള്ള ഭക്തന്റെ അർത്തി, മുഴുവൻ ദുഃഖത്തെയും ഹനിക്കുന്ന, ഇല്ലാതാക്കുന്ന, വിഭക്ഷാൻ, ആ ഭഗവാൻ വിഭക്ഷാൻ, നിന്റെ ശത്രുക്കളെയും ക്ഷിണോതു, നശിപ്പിച്ചുകൊള്ളും. എന്തേ നീ മറന്നുപോയത് ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവ? തൻ്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തൻ്റെ ഏതൊരു ദുഃഖത്തെയും നശിപ്പിച്ചു കളയുന്ന ആ ഭഗവാൻ നിന്റെ ഈ ശത്രുക്കളെ നശിപ്പിക്കും. എൻ്റെ കഴിവിനപ്പുറത്ത് ഭഗവാൻ എന്ന ശക്തി എൻ്റെ ഈ ശത്രുക്കളെ നശിപ്പിക്കും എന്ന് നീ എന്തുകൊണ്ടും ചിന്തിക്കുന്നില്ല, നീ മനസ്സിലാക്കുന്നില്ല എന്ന് ഭഗവാൻ അവർ ഓർമ്മിപ്പിക്കുകയാണ്. യത് നാമധേയ, ആ ഭഗവാന്റെ നാമം ഭക്തിയോടെ ഉച്ചരിക്കുന്നവനെ, അഭിധായ നിശമ്യ, അഭിധായ എന്ന് വെച്ചാൽ ഉച്ചരിക്കുക, അത് ഉച്ചരിക്കുകയോ നിശമ്യ, ആ നാമങ്ങൾ, ഭഗവാന്റെ തിരുനാമങ്ങൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് കേൾക്കുകയോ ചെയ്യുന്ന അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ലോകത്തെ അഞ്ജസ, വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ കഴിയുന്നു. ദുസ്തര അംഗമൃത്യു. ദുസ്തരം എന്ന് വെച്ചാൽ മറികടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആ മൃത്യു എന്ന് വെച്ചാൽ ഈ സംസാര ജീവിതത്തിലെ ജനന മരണ ചക്രത്തെ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്നു. ഏതൊരു ഭഗവാന്റെ നാമത്തെ നിരന്തരം നിഷ്കളങ്കമായ ഭക്തിയോടെ ജപിക്കുകയോ, ജപിക്കാൻ അറിയില്ലെങ്കിൽ നിത്യവും കേൾക്കുകയോ, ആ ഭക്തിയോടെ ഭഗവാനെ സ്മരിക്കുകയോ ചെയ്യുന്ന ഭക്തനെ ഈ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സംസാര സാഗരം എന്ന് വെച്ചാൽ ഈ ജീവിതം, ജനിച്ച് വളർന്ന് മരിച്ച് അടുത്ത ജന്മെടുത്ത് വീണ്ടും ജനിച്ച് പല വിധത്തിൽ മൃഗമായും പ്രാണിയായും മനുഷ്യനായും ഭൂമിയിൽ പല വിധത്തിൽ ജനിച്ചു മരിച്ചു വന്നു പോകുന്ന അതിൽ നിന്നും മുക്തി നേടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതാണ് അതിൽ നിന്ന് മറികടക്കാൻ അത്രയധികം പ്രയാസമേറിയ ഈ സംസാര സാഗരത്തെ വളരെ എളുപ്പത്തിൽ ഭഗവാൻ അവനെ മറികടത്തിക്കൊള്ളും. അതിനൊന്നു മാത്രം ചെയ്താൽ മതി, ആ ഭഗവാന്റെ പാദസ്മരണ എപ്പോഴും. എത്ര വിജയം വരുമ്പോഴാണല്ലോ മനുഷ്യൻ അഹങ്കരിക്കുക, തോൽവി വരുമ്പോൾ ഡിപ്രഷനും നിരാശയും രണ്ടിനും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. വിജയങ്ങൾ വരുമ്പോൾ ആരാണ് ഈ വിജയമൊക്കെ കൊണ്ടുവന്ന് തരുന്നത്, ആരാണ് ഈ വിജയത്തിന് തന്നെ സാക്ഷിയാക്കിയത് എന്ന് ചിന്തിക്കാതെ, പരാജയമാണെങ്കിൽ അതും ആ പ്രകൃതി നിശ്ചയം എന്ന് മനസ്സിലാക്കി രണ്ടിലും ബാലൻസ് ചെയ്ത് പോവാതെ വിജയിച്ച് മുന്നേറും തോറും എൻ്റെ കഴിവും ശക്തിയും കൊണ്ടാണ് എന്ന് ചിന്തിച്ചതായിരുന്നു ധ്രുവന് പറ്റിയത്. അപ്പോൾ മഹർഷിമാർ വന്ന് ധ്രുവനെ ഓർമ്മിപ്പിക്കുകയാണ്, ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവനെ, നീ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? ആരുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയുന്ന ഒരു ഭക്തനെ ആ ഭഗവാൻ അവൻ്റെ ദുഃഖത്തിൽ നിന്നും കരകയറ്റുന്നത് പോലെ നിന്റെ ശത്രുക്കളെ ആ ഭഗവാൻ തന്നെ നശിപ്പിക്കും. അത് തീർച്ചയാണ്. ഭഗവാന്റെ നാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നൊരു ഭക്തനെ മറികടക്കാൻ അത്യധികം ബുദ്ധിമുട്ടുള്ള, മുക്തി നേടാൻ അത്യധികം ബുദ്ധിമുട്ടുള്ള ഈ സംസാര ചക്രത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുത്തുമെന്ന് നീ എന്തുകൊണ്ട് സ്മരിക്കുന്നില്ല? നീ എന്തുകൊണ്ട് ആ ഭഗവാനെ സ്മരിക്കുന്നില്ല? ചെയ്യുന്ന കർമ്മത്തിൽ ഭഗവത് സ്മരണയെ നീ എന്തുകൊണ്ട് വന്നില്ല? അതാണ് ഇന്ന് യക്ഷന്മാർക്ക് ഈ മായ കാണിക്കാൻ തോന്നിയതും നിന്റെ മനസ്സ് പതറിയതും നിനക്ക് പേടി വന്നതും നിനക്ക് ഭയം വന്നതും തിരിച്ചെതിർക്കാൻ കഴിയാതെ നിന്റെ മനസ്സ് തളരാനും കാരണം എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു നിമിഷം നമ്മൾ ഏതെങ്കിലും ഒരു സമയം ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ തളർന്നു വീഴും. ജയിച്ച് പോവും, പക്ഷെ ഒരൊറ്റ പോയിന്റിൽ നമ്മൾ തളർന്നു വീഴും. എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ചിന്തിച്ച് കർമ്മം ചെയ്യുമ്പോൾ ആ ഭഗവത് സ്മരണയോടെ ഭഗവത് പാദാരവിന്ദങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ശക്തിയെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ നമുക്കെതിരെ തിരിച്ചു പ്രതികരിക്കാൻ പോലും ശത്രുക്കളുടെ ഉള്ളിൽ തോന്നിക്കില്ല. അവരുടെ മനസ്സിനെ വരെ ആ പ്രകൃതി മാറ്റിക്കളയും.
നമ്മളെ എതിർക്കാനോ നമ്മളെ പരാജയപ്പെടുത്താനോ നമ്മളെ തോൽപ്പിക്കാനോ വരെ അവരുടെ മനസ്സിനെ, ശത്രുക്കളായി കാണുന്നവരുടെ മനസ്സിനെ വരെ, ആ മനസ്സിനെ ചലിപ്പിക്കുന്ന ശക്തി മാറ്റി അങ്ങ് കളയും. കാരണം ഇവിടെ സകല കർമ്മങ്ങളും ആ ശക്തിയിൽ സമർപ്പിതമായി കൊണ്ടാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് നീ സ്മരിക്കുന്നില്ല? നിന്നെ ഇത്ര ശക്തിയാക്കി തന്നത് 5-ാം വയസ്സിൽ നീ ചെയ്ത തപസ്സിൻ്റെ ശക്തി കണ്ട് നിനക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമാണ്. അതാണ് നിന്റെ ശക്തിയുടെ ഉറവിടം. ഇക്കണ്ട യക്ഷന്മാരെ നിനക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചത് ആ അനുഗ്രഹമാണ്, ഭഗവാൻ നൽകിയ ശക്തിയാണ്. അപ്പം ഭഗവാനാണ് നിന്റെ ശക്തി എന്ന് നീ ചിന്തിക്കൂ, ഭഗവാനെ സ്മരിക്കൂ. അതോടെ നീ ഈ ദുഃഖങ്ങളെയൊക്കെ, ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കടക്കും എന്ന് ആ മഹർഷിമാർ ധ്രുവനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ അധ്യായം 11.